എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചൂര മീൻ വളരെ ടേസ്റ്റി ആയിട്ട് കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു ടൊമാറ്റോ, ഒരു മുരിങ്ങയ്ക്ക, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നല്ലപോലെ വഴണ്ട് വരണം. നല്ല ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി 3 പീസ് എടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം കറിവേപ്പിലയും അതിലേക്കിട്ട് ഒരു സ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ബൗളിൽ വഴണ്ട് വന്നിട്ടുണ്ട്. എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റും അത്രത്തേക്കും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കളർ മാറാത്ത തരത്തിൽ ഒന്ന് മൂത്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഞാൻ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ടും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഇത്ര വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ച പച്ചമുളക്, മുരിങ്ങയ്ക്ക, 2 കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളം ഒഴിക്കുന്നില്ല. കുടംപുളിയുടെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കറിക്ക് വല്ലാത്തൊരു കളറും മാറും. നല്ലപോലെ തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൂരക്കറിയുടെ റെസിപ്പിയാണിത്. ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് എടുക്കാവുന്നതാണ്. ഇനി നല്ലപോലെ തിളച്ച സമയത്ത് സ്റ്റൗ ഒന്ന് സ്ലോയിൽ വയ്ക്കുക. ഇനി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്.
ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.